വെൽക്കം ടു ആനീസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാണെന്നറിയാമോ? ഇത് ശരിക്കും ഞാൻ കണ്ടുപിടിച്ചായതുകൊണ്ട് ഞാൻ തന്നെ പേരിട്ടതാ. അതുകൊണ്ട് അതിനകത്ത് തന്നെ ഒരു തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ. അല്ല എന്നാണെന്നറിയോ, ഇത് ഇച്ചിരി സ്പൈസി ഒക്കെ ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ ആ പേരിട്ട. കുറച്ച് ഹിന്ദിയൊക്കെ കടമെടുത്തേച്ചൊക്കെ ഉണ്ടാക്കി ഒരു ഇട്ട പേരാ. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ തീക്ക പനീർ റോൾ. നമുക്കത് എന്നാക്കെയാ അതിന് വേണ്ടിയെന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്നാക്കെയാ വേണ്ടിയെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ സവാളയാണ് വേണ്ടിയേ. സവാള എന്നാന്ന് അറിയാമോ? ഒത്തിരി ഒന്നും വേണ്ട. നമുക്ക് ആ അകത്ത് ആ ചപ്പാത്തിക്കകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു വലിയ 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. പനീറിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ നോക്കിയേച്ച് വേണം ഇതെടുക്കാൻ. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ക്യാരറ്റ് ഒരു എന്നാ പറയുന്നത്, ഒത്തിരി അങ്ങോട്ട് ഇച്ചിരി ഒരു തിന്നായിട്ട് മുറിച്ചേച്ചാൽ മതി. അന്നേരം ഇതിന് ഒത്തിരി വേവില്ലേ, അന്നേരം നമ്മൾ ആ മൂപ്പിക്കുന്ന നേരത്തേനുള്ള വേവേ ഉള്ളൂ. അതുകൊണ്ട് ഇച്ചിരി എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി തന്നെ അരിഞ്ഞു. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ബീൻസാ, ഇച്ചിരി ഒട്ടും കട്ടിയില്ലാതെ തന്നെ അരിയണം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഞാൻ എപ്പോഴും എന്നാ പറയുന്നത്, ക്യാപ്സിക്കം ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഇച്ചിരി ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാ. ഇതില്ലേലും പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇച്ചിരി ക്യാബേജ് ഇട്ടേച്ചാലും മതി. പിന്നെ ആണെങ്കിൽ ഇത് കുറച്ച് പനീറാ. അത് ഞാൻ എന്നാ പറയുക, നമ്മളിവിടെ പനീറിൻ്റെ ഡിഷസൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാത്രം എൻ്റെ ഫ്രിഡ്ജിൽ ഇരുന്നതാ. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്താണെങ്കിൽ ഒന്നെങ്കിൽ ചിക്കൻ കാണും, അല്ലെന്നുണ്ടെങ്കിൽ മുട്ട കാണും. മുട്ട പുഴുങ്ങിയേച്ച് ഇങ്ങനെ എന്നാ പറയുന്നത്, ഗ്രേറ്റ് ചെയ്തെടുക്കരുത്, ഇങ്ങനെ നീളത്തിൽ തന്നെ മുറിച്ചെടുത്ത് വെച്ചാൽ അതും വയ്ക്കാം. ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി ആയതുകൊണ്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ടൊമാറ്റോ എന്നല്ല, ഒരു കുഞ്ഞു ടൊമാറ്റോ. പിന്നെ കുറച്ച് മല്ലിയിലയാ. ഈ ഉണ്ടാക്കിയ റെസിപ്പിക്കകത്തുണ്ടല്ലോ, എനിക്ക് കറിവേപ്പില ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ആ സ്വാദൊന്നും ശരിയായില്ല. അന്നേരം പിന്നെ ഞാൻ ഇച്ചിരി പുതിനായിലയാണ് ഇട്ടേക്കുന്നത്. അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ട. അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ഞാൻ പറയുകയല്ലേ, ഒന്നെങ്കിൽ കറിവേപ്പില അല്ലെങ്കിൽ രമ്പയില. പിന്നെ ആണെങ്കിൽ കുറച്ച് പച്ചമുളക് അല്ലെന്നുണ്ടെങ്കിൽ കാന്താരി മുളക് ആയാലും മതി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ അരച്ചത്. പിന്നെ ഇച്ചിരി നാരങ്ങാ നീര്, കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടിയേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി വിനാഗിരി വേണം, പിന്നെ കുറച്ച് പഞ്ചസാര. ഇതിനകത്ത് എല്ലാ സോസും ഒന്നും സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഇത് ഞാൻ ട്രൈ ചെയ്ത സമയത്തെ ടൊമാറ്റോ സോസും ചില്ലി സോസും തീർന്നുപോയി. അതുകൊണ്ട് ഞാൻ സോയാ സോസ് മാത്രം ഇട്ടാ ചെയ്ത് നോക്കിയേ. അന്നേരം പിന്നെ എന്നാ പറയുന്നത്, അതിന് നല്ല സ്വാദാണ്. അപ്പം പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി പിന്നെ സോയാ സോസ് മാത്രം എടുത്താൽ മതി. പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് കോൺഫ്ലവർ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു തന്നില്ലേ എന്നാക്കെയാ സാധനങ്ങൾ വേണ്ടിയെന്നുള്ളത്. ഇനി അതിനൊരു അരപ്പുണ്ടാക്കണം നമുക്ക്. അപ്പം ആദ്യം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ആദ്യം ഇടാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്. 1 ടീസ്പൂൺ ഇട്ടില്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. ഒരു ഇച്ചിരി നാരങ്ങാ നീര്, ഒരു 1/2 ടീസ്പൂൺ മതി. എന്നുവെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിക്കണം. പിന്നെ എന്നാന്ന് വെച്ചാൽ വേണ്ടിയത് തക്കാളി ഇല്ലേ, കുഞ്ഞു തക്കാളി, അതും കൂടെ ഇതിനകത്ത് ഇടുക. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിയിലേക്കൊന്നും എന്നാ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ കൈപ്പിടിക്ക് എടുക്കുകയല്ലേ എന്ന് പറഞ്ഞു കൂട്ട് എടുത്തേച്ചാൽ മതി. പിന്നെ കുറച്ച് പുതിനായില. കുരുമുളക് ഓൾറെഡി നമ്മൾ ചേർത്തേക്കുക. അന്നേരം അതിനകത്ത് ഞാനൊരു 5 പച്ചമുളകിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ ടേബിൾ സ്പൂണിന് ഒരു 1/4 സ്പൂണേ ഇടുന്നുള്ളൂ. എങ്ങാനും എരിവ് കൂടിയാൽ എന്നാ എടുക്കും. പിന്നെ വേണ്ടി എന്നാന്നോ, ഒരു ഇച്ചിരി സോയാ സോസ്. ഇതിപ്പോൾ ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഞാൻ ഒഴിക്കുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പഞ്ചസാര. ഇതെന്നാത്തിനാന്നറിയോ, നമ്മുടെ ആ അരപ്പിച്ചിരി ഒന്ന് കാരമലൈസ് ആവാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടേച്ചാൽ മതി. സോയാ സോസിനകത്ത് ഉപ്പുണ്ട്, അന്നേരം നോക്കി കണ്ടേച്ച് നോക്കി ഇട്ടോണം. ഇട്ടേച്ച് പിന്നെ കിടന്ന് കൂടിപ്പോയെന്ന് എന്നോട് പറഞ്ഞേക്കല്ലോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണിന് കോൺഫ്ലവറും കൂടെ ചേർത്തേക്കാം. അപ്പം എന്നാന്നറിയോ, നല്ലതായിട്ട് നമ്മുടെ അരപ്പിൽ തന്നെ അങ്ങ് ബൈൻഡായി കിട്ടും. ഞാൻ ഇച്ചിരി നല്ല മഷി പോലെ അരച്ചേക്കുക കേട്ടോ. നമ്മൾ മീനൊക്കെ പെരട്ടുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അരയ്ക്കുന്നത്, ആ കൂട്ട് തന്നെ അരച്ചേക്കുക. ഇനി ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ പനീർ ആയതുകൊണ്ട് മീൻ പോലെ പെരട്ടാൻ ഒക്കുകയല്ല. ഇച്ചിരി ക്ഷമയോടുകൂടിയൊക്കെ നമുക്ക് ഇച്ചിരി എല്ലാം ഒന്ന് പെരട്ടിയെടുക്കാം. പെരട്ടുന്ന സമയത്തുണ്ടല്ലോ നമുക്കാണെങ്കിൽ ഇപ്രാവശ്യം ഈ പനീർ വറുക്കാനാണെങ്കിലും നമുക്ക് വലിയ ഫ്ലെയിം വേണ്ട, കൊച്ചു ഫ്ലെയിമിനകത്ത് വറുത്തെടുത്താൽ മതി. ഇതിനകത്ത് എത്ര എണ്ണ എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഡീപ് ഫ്രൈ അല്ല, ഒരു ചെറിയ ഷാലോ ഫ്രൈയാ. എന്നാൽ നമ്മുടെ പനീറിനാന്നേലും കട്ടിയില്ലാത്തതുകൊണ്ട് എന്നാന്നോ അത് ഇച്ചിരി ഒന്ന് മുങ്ങി വറുത്തെടുക്കാനുള്ള ഒരു എണ്ണയും കൂടി ഇതിനകത്ത് ഒഴിക്കണം. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ പെരട്ടി വെച്ചേക്കുന്ന പനീർ അങ്ങ് ഇടുക. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ അല്ലേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ ചേർത്ത് അരപ്പിനകത്തോട്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി ഒരു 1/4 തന്നെ ഇടാം. ഇതിനകത്ത് എന്താണെന്നറിയാവോ, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഒത്തിരി കൂടരുത്, അതൊരു ഇച്ചിരി ഒരു പ്രശ്നമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഇച്ചിരി ഒന്ന് മൂക്കണം. അതിൻ്റെ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിക്ക് അറിയാൻ മേലെ ഒരു ഇച്ചിരി ഒരു പച്ചച്ചോവയൊക്കെ ഉള്ളതാണ്. അന്നേരം പിന്നെ ആണെങ്കിൽ അതിൻ്റെ ആ ചുവ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാം. ഇപ്പം ഞാൻ ഇട്ട ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ പനീറിലെ പെരട്ടിയിൽ, ആ അരപ്പ് കുറച്ചുകൂടെ ബാക്കി കാണും, അത് ഇതിനകത്തോട്ട് ഇടും. അരപ്പിട്ടേച്ചും ഇച്ചിരി തീ അങ്ങോട്ട് കൂട്ടിക്കും. എന്നാന്ന് വെച്ചാലേ അത് ഇച്ചിരി ഒന്ന് മൊരിയുണ്ടായോ. ഞാനെങ്കിൽ എണ്ണ തെളിയാൻ ഒരിച്ചിരി സമയം എടുക്കും, ഒത്തിരി ഒന്നുമില്ല. എന്നാന്ന് വെച്ചാൽ ആ നമ്മൾ അരപ്പ് അരച്ചേക്കുന്നതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചേക്കുമല്ലോ, അന്നേരം ആ വെള്ളം ഒന്ന് വാപ്പറേറ്റ് ആയി പോയി കഴിയുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇപ്പം നല്ലതായിട്ട് എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ, നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയില്ലേ, ആദ്യം കുറച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടുക, പിന്നെ കുറച്ച് ക്യാരറ്റ്. ഇതൊക്കെ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ക്യാരറ്റൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ഒന്ന് കഴിക്കാൻ പറഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. പിന്നെ കുറച്ച് ബീൻസ്. അന്നേരം നമ്മളിപ്പം ഗ്രേവിക്കകത്തോട്ട് ഇച്ചിരി ഉപ്പുണ്ട്, എന്നാലും നമ്മുടെ ഈ പച്ചക്കറിക്കകത്ത് ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടേ. അന്നേരം ഞാൻ ഒത്തിരി ഒന്നും ഇടുകയില്ല, എൻ്റെ കൈക്ക് വരുന്ന അത്രയും ഉപ്പേ ഞാൻ ഇടത്തുള്ളൂ. പച്ചക്കറിക്കാണെങ്കിൽ ആ അരപ്പുമായിട്ട് ചേരാനേ ഒരു ഇച്ചിരി നേരം എടുക്കും. ഞാൻ ആ ചേർത്തേക്കുന്ന അരപ്പൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് അതൊന്ന് പിടിച്ചേ. ഇനി എന്നാന്ന് വെച്ചാൽ ഇതൊരു ഹാഫ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ, അത് ഇതിനകത്തൊന്ന് ഇടണം. ക്യാപ്സിക്കം ഇട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീറും കൂടി ഇതിനകത്ത് ഇടണം. ഈ അരപ്പുമായിട്ട് നല്ലതായിട്ട് അതിനെ ഒന്ന് എന്നാ പറയുന്നത് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഇച്ചിരി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇടാം. ചില്ലി ഫ്ലേക്സ് നമ്മുടെ വീട്ടിലില്ലേലും ഞാൻ പറയുന്ന കൂട്ട് എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മുടെ ആ വറ്റൽമുളക് ഉണ്ടല്ലോ മിക്സിയിൽ വെച്ചേച്ച് ഒന്ന് ചതച്ചേച്ചിട്ടേച്ചാൽ മതി. ഇല്ലയെന്നും പറഞ്ഞൊന്നും അപ്പം അതിനകത്തൊരു റെഡ് കളർ വരും. ഇപ്പം എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില മാത്രമേ ഇതിനകത്ത് ഇടുന്നു.
എന്നാന്നോ ആ ക്യാപ്സിക്കത്തിനകത്തും പനീറിനകത്തും കുറച്ചൊന്ന് ആ ഗ്രേവി ഒന്ന് പിടിക്കണം. പക്ഷെ എന്നാന്നോ ആ ക്യാപ്സിക്കം ഒന്ന് വെന്ത ആ ഗ്രേവിയുടെ ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു ഫ്ലേവറും കൂടെ ആ ക്യാപ്സിക്കത്തിനകത്തോട്ടൊന്ന് പിടിക്കാനുള്ള ഒരു സമയം വേണം. അപ്പോൾ ഇച്ചിരി തീ അങ്ങോട്ട് സിം ആക്കി വെച്ച് കുറച്ച് നേരം നമുക്ക് അടച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ക്യാപ്സിക്കവും ഒന്ന് വേവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി. അതിൻ്റെ ആ ഒരു ചേരുവകൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് ഒരു ഇച്ചിരി സ്പൈസിയാണ്. ഇച്ചിരി സ്പൈസി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ആവും. അത്രയുമുള്ള സ്പൈസി ഉള്ളൂ. ഉയ്യോ അന്ന് പറയുകയല്ല കേട്ടോ, ഒരു ഇച്ചിരി അത്രേ ആവത്തുള്ളൂ. അന്നേരം ഉണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു ജ്യൂസ് ഉണ്ട്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു കോക്ടെയിൽ ജ്യൂസ്. അന്നേരം അതെങ്ങനെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ആപ്പിൾ വെച്ചേച്ചാൽ നമ്മളത് ചെയ്യാൻ പോകുന്നത്. ആപ്പിൾ വെച്ച് അപ്പോൾ ഇച്ചിരി എരിവ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിരി ആ ജ്യൂസും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നല്ല കോമ്പിനേഷൻ അല്ലേ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ജ്യൂസ് മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട. നമ്മുടെ റെസിപ്പി റെഡിയാണ്. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടി ചപ്പാത്തിയായി, പനീറിൻ്റെ റെസിപ്പിയായി, പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഫോയിൽ പേപ്പർ വേണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ചുരുട്ടി വെക്കുമ്പോഴത്തേനുണ്ടല്ലോ അതല്ലെങ്കിൽ തനിയെ വെക്കുവാന്നല്ല അതങ്ങ് ഇളകിപ്പോവും. അതുകൊണ്ടാണ്. ഇനി ഇത് ഇത്രയും സാധനമാണ് നമുക്ക് ഇനി പ്രസൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയേ. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഒരു എരിവായതുകൊണ്ട് അതിനകത്തൊരു ജ്യൂസ് നമ്മൾ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്നാന്ന് പറയും വലിയ മെനക്കേടൊന്നുമില്ല. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു ആപ്പിൾ മതി. ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണോ ഇത് മുറിച്ചേക്കുന്നത്, ഇച്ചിരി സ്ലാൻഡിങ് ആയിട്ടാണ് മുറിച്ചേക്കുന്നത്. അന്നേരം ഇതാണെങ്കിൽ ഇങ്ങനെ എന്നാ പറയുന്നത് പെറ്റൽസ് കൂട്ട് വരും. സ്പെഷ്യൽ അങ്ങനെ ഒന്നുമില്ല. ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് വേണ്ടേ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇതേപോലെ ഒരു 2 പീസസ് അങ്ങനെ ആക്കി വെച്ചാൽ മതി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഇഞ്ചി നീരാന്നേ. ഒത്തിരി ഒന്നും വേണ്ട. ഒരു എന്നാ പറയുന്നത് ഒരു 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു 4 ഡ്രോപ്സ് വെച്ചോ, അത്രയും മതി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നാരങ്ങ നീര. നാരങ്ങായും നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉള്ളതല്ലേ, അന്നേരം അതും ഈ പറഞ്ഞ പോലെ ഒരു 4 ഡ്രോപ്സ് അത്രയും മതി. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ ജ്യൂസ് അത് കുറച്ച് വേണം. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് 7up വേണം. ഇത് 50-50 റേഷ്യോയിലാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് പുതിനയില, അത് ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം മതി, കുറച്ച് മിൻറ്റ്. പിന്നെ തണുപ്പ് വേണമെങ്കിൽ മാത്രം ഐസ് ചേർക്കുക. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, കുറച്ച് പുതിനയുടെ ഇല, മിൻറ്റ് ലീവ്സ് കുറച്ച് ഇടുക. ഇതിനകത്തോട്ട് ഐസ് ക്യൂബ്സ് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആപ്പിൾ ജ്യൂസ് ചേർക്കുക. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി 7up. പിന്നെയാണ് ഞാൻ നമ്മുടെ കുറച്ച് ഇഞ്ചി നീര് ചേർക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ 2-3 ഡ്രോപ്സ് മതിയേ. കുറച്ച് നാരങ്ങ നീര്, ഇതും 2-3 ഡ്രോപ്സ്. ഇതിനകത്തോട്ട് ഇത് ഞാൻ ചുമ്മാ അലങ്കരിക്കാൻ വെക്കുന്നതാണ് ആപ്പിൾ ഡേ. എന്നാലും ഇതിനകത്തോട്ട് അത് കിടക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മൾ നാച്ചുറലി ഇത് കഴിക്കും. പിന്നെ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ചെറിയൊക്കെ ഇല്ലേ, അത് ഇട്ടാലും മതി. ഡിപ്പെൻസ് നമ്മുടെ കയ്യിലുള്ള എന്നാന്ന് വെച്ചാൽ ഓറഞ്ച് ഒന്നും ഇട്ടേക്കല്ല, ഇപ്പോൾ ഓറഞ്ച് സീസൺ ആയതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ജ്യൂസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുകയല്ലേ ഈ ജ്യൂസും ഇത്രയും വലിയ പനീറിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ശരിക്കും തണുത്ത ഒരു സാധനമാണ്. ഇത് ഞാൻ ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ നല്ല അസലായിട്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തിക്ക് തന്നെയാണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത്. ചിത്ത കേൾക്കുമെന്ന് അറിയാൻ മേല. ആരാന്നല്ലേ, നമ്മുടെ കൃഷ്ണേന്ദ്രൻ ചേട്ടനും ഭാര്യ വനിത ചേച്ചിയും കൂടിയാണ് ഇവിടെ വരുന്നത്. എന്തായാലും ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ കൊടുക്കുമ്പം എനിക്ക് കേൾക്കാൻ പോകുന്ന ചീത്ത എന്തോരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. എന്തായാലും ഇതിൻ്റെ തണുപ്പ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് എങ്ങനെയാ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഈ സിൽവർ ഫോയിൽ അങ്ങോട്ട് സ്മൂത്ത് വെച്ചേച്ച്, ഒത്തിരി എന്നാ പറയുന്നത് വലിപ്പമൊന്നും വേണ്ട, നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു വലിപ്പം മതി. ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചപ്പാത്തിക്കകത്തോട്ട് നമ്മുടെ ഫില്ലിങ് ആദ്യം വെക്കണം. ഫില്ലിങ് മുഴുവൻ വെച്ചേച്ച് ചപ്പാത്തി ഫുൾ അങ്ങോട്ട് ചുരുട്ടണം. ചുരുട്ടി വെച്ച് ഇതിൻ്റെ മേലോട്ട് വെച്ചേച്ച് നല്ല ടൈറ്റായിട്ട് അത് റോൾ ചെയ്യാം. ടൈറ്റായിട്ട് റോൾ ചെയ്ത് വെച്ച്
ഫസ്റ്റ് പോർഷൻ നമുക്ക് എന്നാന്നോ ഇച്ചിരി ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ട്, ഇറ്റ്സ് നോട്ട് എ ഫോയിൽ പേപ്പർ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ വെക്കുക, എന്ന് വെച്ച് സെക്കൻഡ് ചപ്പാത്തി എടുക്കുക. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? സെക്കൻഡ് ചപ്പാത്തി എടുത്തേച്ച് നമുക്കിതൊന്ന് മുറിച്ചൊക്കെ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിങ്ങനെ അങ്ങോട്ട് മുറിച്ച് വെച്ച് നമുക്ക് അപ്പം ഇനി ചപ്പാത്തി ആണെന്ന് അറിയണ്ടേ, അന്നേരം എന്നാന്നറിയുന്നോ, മേലത്തെ ഭാഗം മാത്രം കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞേച്ചും ഇവിടെ ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതേപോലെ ഇനി അടുത്ത